നമ്മുടെ ബദ്രിക്കുട്ടനെ മൊട്ടക്കുട്ടനാക്കിയ കഥ കേട്ടാലോ? അപ്പം ഞങ്ങൾ പഴനിയിലേക്കാണ് കേട്ടോ നേരെ വെച്ച് പിടിച്ചത്. അപ്പം തലേ ദിവസം അവിടെ സ്റ്റേ ആയിരുന്നു. രാവിലെ തന്നെ ഞങ്ങൾ നേരെ മുട്ടയടിക്കാൻ വെച്ച് പിടിച്ചു. അപ്പം ഫുഡ് കഴിച്ചിട്ട് പോകാമെന്നായിരുന്നു എൻ്റെ പക്ഷം. കാരണം സ്റ്റെപ്പ് കയറാൻ കുറച്ച് എനർജിയൊക്കെ വേണമല്ലോ. അതുകൊണ്ട് നല്ല വെള്ള ചുരിദാറിട്ട് ഫുഡ് കഴിക്കാൻ പോയ എന്നെ മഞ്ഞ കളറാക്കിയിട്ടാണ് പിന്നെ ബദ്രി തിരിച്ചു തന്നതെന്ന് മാത്രം. കാരണം കറിയൊക്കെ തൂവി ആകെ നാശകോശമായി. അപ്പോൾ അവിടെ മുട്ടയടി ഫ്രീ ആണ്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ നേരെ മുട്ടയടിച്ചു. പിന്നെ നമ്മൾ കൊടുക്കുന്ന ദക്ഷിണ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ അവിടെ ഒരുപാട് സ്പാംസ് ഉണ്ട്. സോ എല്ലാവരും പോകുന്നവർ ശ്രദ്ധിക്കുക. അപ്പോൾ മുട്ടയടി തുടങ്ങി. മുടി ആളുടെ മേലേക്ക് ഇങ്ങനെ കൊഴിഞ്ഞു വീഴാൻ തുടങ്ങിയപ്പോൾ ആൾ കുറച്ചൊന്ന് ഇറിറ്റേറ്റഡായി. അല്ലാതെ ഒഴിച്ചാൽ മുട്ടയടി ശുഭം. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളെ ശ്രദ്ധ പിടിച്ചു പറ്റിയ മറ്റൊരു സാധനമാണ് കേട്ടോ ഈ ബസ്. പക്ഷേ ബസ്സും ട്രെയിനും ഒന്നും എടുക്കണ്ട എന്നുള്ള ആറ്റിറ്റ്യൂഡിലായിരുന്നു ഞങ്ങൾ നേരെ സ്റ്റെപ്പ് കയറാൻ തീരുമാനിച്ചു. ഈ സ്റ്റെപ്പ് കയറൽ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനാണ് കയറിയത്. നല്ല പ്രണവേണ്ണാണ് ബദ്രിനെയും പിടിച്ച് ആ സ്റ്റെപ്പ് മൊത്തം കയറിയത്. അപ്പോൾ തൊഴുത് കഴിഞ്ഞ് പ്രസാദം മേടിച്ച് ബദ്രിക്ക് കൊടുത്ത് അവിടുത്തെ കാഴ്ചയൊക്കെ കണ്ടു കേട്ടോ ഞങ്ങൾ.